ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എല്ലാവർക്കും റോസ് എംബ്രോയ്ഡറി വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഹാൻഡ് എംബ്രോയ്ഡറി ചെയ്ത ഒരു സാരിയാണ്. ഇതിൻ്റെ സാറ്റിൻ ഫ്ലവറും വുവൻ റോസുമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. മുന്താണിയിൽ ഈ വർക്കാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഷോൾഡർ പാർട്ടാണ്. ഇത് കഴുത്തിൻ്റെ ഭാഗത്ത് ചെയ്തിരിക്കുന്നതാണ്. ഇതിൻ്റെ പ്ലേറ്റ് വരുന്ന സ്ഥലത്ത് പാദത്തിൻ്റെ ഭാഗത്ത് 2 ഫ്ലവറാണ് ചെയ്തത്. ഒരു വുവൻ റോസും ഒരു രണ്ട് ഗോൾഡൻ ലീഫും ഒരു സാറ്റിൻ ഫ്ലവറുമാണ് ചെയ്തിരിക്കുന്നത്. ഇത് നടുക്ക് 3 ഗോൾഡൻ ബീഡാണ് വെച്ചിരിക്കുന്നത്. പ്ലേറ്റിൻ്റെ ഭാഗത്ത് 5 ഫ്ലവറാണ് ചെയ്തിരിക്കുന്നത്. ഈ മുത്താണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് സിൽക്ക് ത്രെഡാണ്, ഗോൾഡൻ ത്രെഡ്, ഗ്രീൻ ത്രെഡ്, ഇതാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ സാറ്റിൻ ഫ്ലവറും വുവൻ റോസും എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം. നമുക്ക് സാറ്റിൻ ഫ്ലവർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. സെൻറ്ററിൽ നിന്ന് നൂല് കുത്തിയെടുക്കുക, ഇവിടെ കുത്തിയിറക്കുക, വീണ്ടും കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് കുത്തിയെടുക്കുക, ഇവിടെ കുറച്ച് ഗ്യാപ്പ് കൊടുക്കുക. ഇനി ഇതിൻ്റെ ഉള്ളു ഫില്ല് ചെയ്തെടുക്കുക. ഇതാണ് സാറ്റിൻ ഫ്ലവർ. ഇനി നമുക്ക് വുവൻ റോസ് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. റൗണ്ട് വരയ്ക്കുക, 5 സ്ഥലത്ത് മാർക്ക് ചെയ്യുക, സൈഡിൽ നിന്ന് കുത്തിയെടുത്ത് നടുവിൽ ഇങ്ങനെ ഇറക്കി കൊടുക്കുക. വീണ്ടും സൈഡിൽ നിന്ന് കുത്തിയെടുക്കുക, സെൻറ്ററിൽ ഇറക്കുക, വീണ്ടും സൈഡിൽ നിന്ന് കുത്തിയെടുക്കുക, സെൻറ്ററിൽ ഇറക്കി കൊടുക്കുക, വീണ്ടും സൈഡിൽ നിന്ന് കുത്തിയെടുക്കുക, സെൻറ്ററിൽ ഇവിടെ ഇറക്കുക, വീണ്ടും സൈഡിൽ നിന്ന് കുത്തിയെടുക്കുക, സെൻറ്ററിൽ ഇറക്കുക. ഓക്കെ, ഇനി ഇത് നീഡിൽ മുകളിലേക്കെടുത്ത് ഒരു സ്റ്റിച്ചിൻ്റെ അടിയിൽ കൂടി അടുത്ത സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി വീണ്ടും അടുത്തതിൻ്റെ അടിയിൽ കൂടി സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി ഇതിൻ്റെ അടിയിൽ കൂടി
മുകളിൽ കൂടി ഇതിൻ്റെ അടിയിൽ കൂടി ഇതിൻ്റെ മുകളിൽ കൂടി ഇതിൻ്റെ അടിയിൽ കൂടി ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുക. മുകളിൽ കൂടി അടിയിൽ കൂടി. നമുക്ക് വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്ലവറാണിത്. പ്രത്യേകിച്ച് ഒന്നും പഠിക്കാനില്ല. റൗണ്ട് വരയ്ക്കുക, 5 മാർക്ക് ചെയ്യുക. ഇതുപോലെ ഇത് റൗണ്ടിൽ വെറുതെ നൂല് കറക്കിയെടുത്താൽ മതി. സ്റ്റിച്ച് ചെയ്യുമ്പോൾ അധികം ടൈറ്റ് ആവാതെ നോക്കണം. ടൈറ്റ് ആയാൽ ഇതിൻ്റെ ഭംഗിയെല്ലാം പോകും. ഇതാണ് വൂവൻ വീല്. നമുക്ക് വളരെ എളുപ്പം പഠിച്ചെടുക്കാൻ പറ്റും. ഇത് നമ്മുടെ ചുരിദാറിൻ്റെ എല്ലാം നെക്കിൽ ചെയ്താൽ വളരെ ഭംഗിയായിരിക്കും. നമുക്ക് ഈ ലീഫ് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഒരു ലീഫിൻ്റെ ഷേപ്പ് വരയ്ക്കുക. നീഡിൽ മുകളിൽ കുത്തിയെടുക്കുക. റൈറ്റിൽ നിന്ന് കുത്തിയെടുക്കുക മേലോട്ട്. ലെഫ്റ്റിലോട്ട് കുത്തിയിറക്കുക. ലെഫ്റ്റ് സൈഡിൽ നിന്ന് കുത്തിയെടുക്കുക. റൈറ്റ് സൈഡിലോട്ട് താത്തിയിറക്കുക. റൈറ്റിൽ നിന്ന് കുത്തി മേലോട്ട് എടുക്കുക. ലെഫ്റ്റിൽ കുത്തി താത്തുക. ഇങ്ങനെയാണ് ലീഫ് ഉണ്ടാക്കുന്നത്. ഇത് സ്പ്ലിറ്റ് സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. സ്റ്റിച്ച് ഇവിടെ കുത്തിയെടുത്തു. ഇതിൻ്റെ നടുവിൽ കൂടി കുത്തി മുകളിലോട്ട് എടുക്കും. സ്പ്ലിറ്റ് സ്റ്റിച്ച് എന്ന് പറയും ഇതിന്.